ഇതാണ് ഷീഷി കത്തീഡ്രൽ. ചൈനയിലെ പഴയ ഗോൻസോ സിറ്റിയിലുള്ള ഒരു ക്രിസ്ത്യൻ ചർച്ചാണിത്. 1888 ഫ്രഞ്ച് മിഷണറീസ് പൂർണ്ണമായിട്ടും എന്താണ് ഒരു കത്തോലിക് സ്റ്റൈലിൽ പണിതെടുത്ത ചർച്ചാണ്. ഈ ചർച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലോകത്ത് ആദ്യമായിട്ട് പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിലാണ് ഈ ചർച്ച് എന്ത് ചെയ്തിട്ടുള്ളത്, അവർ പണി കഴിപ്പിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോൻസോയിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ ചർച്ച് കാണാൻ കാരണം മോമാണ്. 1938-45 കാലയളവിൽ ചർച്ച് എന്ത് ചെയ്തു, ഈ ജപ്പാൻ അധിനിവേശം യുദ്ധം നടന്ന സമയത്ത് ഭാഗികമായിട്ട് നശിക്കപ്പെട്ടിരുന്നു. പിന്നെ 1980 കംപ്ലീറ്റ് ആയിട്ടും ചൈനീസ് അണ്ടർ ഗവൺമെന്റിന്റെ കീഴിൽ അത് എന്ത് ചെയ്തു, റിനോവേഷൻ ചെയ്തെടുത്തതാണ്. ചർച്ചും കാര്യങ്ങളും കണ്ടതിന്റെ വെച്ച് ഞാനും മോമം കൂടെ എന്ത് ചെയ്തു, ഒരു ബോട്ടിങ്ങിന് പോയി. കംപ്ലീറ്റ് ഗോൻസോ പഴയ സിറ്റി കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോട്ടിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ പോയ സമയത്ത് വല്ലാതെ ബോട്ടിങ്ങിന് ആളില്ലാത്തതുകൊണ്ട് മോമോന്റെ മോള് അതുപോലെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ട് കാറ്റും കൊണ്ടുകൊണ്ട് ബോട്ടിൽ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം മോമോ അതുപോലെ വന്നിട്ടുണ്ടെങ്കിലും ബോട്ടിങ് ഫസ്റ്റ് ടൈമാണ് ഗോൻസോയിൽ എന്നാ പറഞ്ഞത്. അങ്ങനെ ബോട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതിന്റെ ശേഷം ഞാനൊരു കരിക്കുമ്പോൾ അവർ രണ്ടാളും ഒരു കൊക്കക്കോളയും കുടിച്ചതിന്റെ ശേഷം തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇവിടെ നാടകം നടക്കണ കാണാനുള്ളത്. ഈ നാടകത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, ഡയലോഗും കാര്യങ്ങളും കുറവാക്കാരം, മൂകാഭിനയവും കാര്യങ്ങളായിരിക്കും കൂടുതൽ, അതായത് ഫുൾ ആക്ഷൻസ് ആയിരിക്കും. ഇതിന്റെ പേരും കാര്യങ്ങളും അറിയുന്ന ആൾക്കാർ കമന്റ് ചെയ്യുക. ഗോൻസോയിലെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.